ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പ്ലാസ്റ്റിക് ക്യാരി ബാഗ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഫ്ലവേഴ്സ് ആയിട്ടാണ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള ഒരു ക്യാരി ബാഗ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിങ്ങനെ കട്ട് ചെയ്ത് കളയാണ്. ഇതിൻ്റെ ആവശ്യമില്ലാത്ത പോർഷൻസൊക്കെ കട്ട് ചെയ്ത് കളയാണ്. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് ക്യാരി ബാഗ് കൊണ്ട് ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള 2 ഫ്ലവേഴ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ടൈമിൽ വെച്ചാൽ കുട്ടികൾക്കൊന്നും സ്കൂളൊന്നും ഇല്ലാത്ത സമയമല്ലേ. അപ്പോൾ അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ക്രാഫ്റ്റാണിത്. വളരെ എളുപ്പമായിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് പ്ലാസ്റ്റിക് ക്യാരി ബാഗ് ഉപയോഗിച്ചിട്ട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഫ്ലവേഴ്സിൽ തന്നെ. അപ്പോൾ അതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായിട്ട് നിവർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാനിപ്പോൾ എടുത്ത ഈ ഒരു ക്യാരി ബാഗ് കുറച്ച് തിക്കായിട്ടുള്ളതാണ്, കുറച്ച് കട്ടിയുള്ളതാണ്. അപ്പോൾ അതിന് അതിൻ്റേതായ പ്രോബ്ലംസ് ഉണ്ടാവും. ഇതിനേക്കാൾ തിന്നായിട്ടാണെങ്കിൽ നമുക്കൊന്നും കൂടെ പെർഫെക്ഷൻ കിട്ടും കേട്ടോ. വളരെ തിന്നായിട്ടുണ്ടെങ്കിൽ എന്നാലും കുഴപ്പമില്ല. ഇപ്പം ഞാൻ 5 പെറ്റൽസുള്ള ഒരു ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് 5 പീസാണ് ഇതിന് വേണ്ടത്. നിങ്ങൾക്കത് 6 അല്ലെങ്കിൽ 4 ഒക്കെ ആക്കാം കേട്ടോ. ഞാനിപ്പോൾ 5 പെറ്റൽസ് വെച്ച് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ കവർ റെഡി ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എൻ്റെ ചെമ്പ് കമ്പി എടുത്തിട്ട് ഇങ്ങനെ ഒരു അടപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ആ ഒരു ജസ്റ്റ് ഒരു അളവിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ അതിൽ വെച്ചിട്ട് ഇങ്ങനെ വളച്ചെടുക്കുക, എന്നിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് എടുക്കുക, ബാക്കി പോർഷൻ കട്ട് ചെയ്ത് കളയുക. അങ്ങനെ അത് ഓക്കെ ആയി. ഇനി ഇത് നമ്മളുടെ ഒരു പേപ്പർ, അതായത് കവർ എടുത്തിട്ട് അതിങ്ങനെ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാം കേട്ടോ. വളരെ ഈസിയാണ്. ഇത് ഞാൻ പറഞ്ഞത് കുറച്ച് തിക്കായിട്ടുള്ള പേപ്പറാണ് കണ്ടോ. അത് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഏകദേശം അത് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സാധാ ത്രെഡ് യൂസ് ചെയ്തിട്ട് അങ്ങ് റോൾ ചെയ്തെടുക്കുക, ചുറ്റിയെടുക്കുക, എന്നിട്ട് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഇതിൽ നമുക്ക് ഗ്ലൂയുടെ ആവശ്യമില്ല. ഫുള്ള് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ത്രെഡാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ളതും കൂടെ സെറ്റ് ചെയ്യാം കേട്ടോ. ഇത് കണ്ടോ ഞാൻ പറഞ്ഞത്, നോക്കൂ. നമ്മൾ 5 പെറ്റൽസ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ ഇത് കണ്ടോ, ഇത് സെൻറ്ററിൽ വെക്കാനാണ്. ഇതിന് എന്താ പറയുക, പൂമ്പൊടി എന്നൊക്കെ പറയില്ലേ, അത്. അപ്പോൾ അതെടുത്തിട്ട് ആദ്യത്തെ ഒരു പെറ്റലിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതും സെയിം പാറ്റേൺ തന്നെ കേട്ടോ. ത്രെഡ് വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട് കേട്ടോ. ഫ്ലവർ ഫുൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുത്താലും മതി. അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട്. ഇതാവുമ്പോൾ ഒന്നും കൂടെ എളുപ്പമാവും. ഇനി അതിൻ്റെ ബാക്കിലുള്ള ഒരു വേസ്റ്റ് ആയിട്ട് നിൽക്കുന്ന പോർഷൻസൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുക കേട്ടോ. ഈ സമയം നമ്മൾ എല്ലാ പെറ്റൽസും ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ വളച്ചു കൊടുത്തിട്ടുണ്ടേ. കണ്ടോ, ഇങ്ങനെ വളച്ചു കൊടുക്കുക ഓരോന്ന്. എന്നിട്ട് നമുക്കിത് ഫിക്സ് ചെയ്യാം. ഇതും എല്ലാ പെറ്റൽസും വെച്ചിട്ട് നമ്മൾ ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഫിക്സ് ചെയ്യുന്നത്.
എന്നിട്ട് ആ ലാസ്റ്റ് പോർഷൻ കമ്പികളിൽ അതിങ്ങനെ ഓരോന്നിലേക്ക് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങോട്ട് ഫിക്സ് ആയിട്ടിരിക്കാൻ. അതിന് ശേഷം മുകളിൽ നമ്മൾ ത്രെഡും വെച്ചിട്ട് ഫിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫ്ലവർ ഓക്കെ ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്ക് സൈഡ്, അതായത് സ്റ്റെമ്മിൻ്റെ പോർഷൻ നമുക്ക് ഫ്ലോറൽ ടാപ്പ് വെച്ചിട്ട് ചുറ്റിയെടുക്കാം. അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വന്നിട്ട് നമുക്കിതിക്ക് വേണ്ട മൊട്ടുകൾ ഉണ്ടാക്കാം. മൊട്ടും സെയിം സംഭവം തന്നെ കേട്ടോ. ഇങ്ങനെ ചെമ്പ് കമ്പിയിൽ ഒരു ചെറിയ ഇതുണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ കോട്ടൺ വെച്ച് കൊടുക്കുന്നുണ്ട്. കോട്ടൺ പഞ്ഞി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഏത് സൈസാണോ വേണ്ട അതിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് കവർ കൊണ്ട് അത് കവർ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് പക്ക ഒരു റൗണ്ട് ഷേപ്പല്ല, വേറെ ഒരു ഷേപ്പിൽ അത് റൗണ്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ത്രെഡ് വെച്ചിട്ട് തന്നെ അത് ഫിക്സ് ചെയ്യാം. എന്നിട്ട് ബാക്ക് സൈഡ് ഫ്ലോറൽ ടാപ്പ് വെച്ചിട്ട് ചുറ്റിയെടുക്കാം. ഇപ്പോൾ കണ്ടോ 3 മുട്ടുകൾ. ഇപ്പോൾ പിന്നെ ഇത് ഞാൻ വേറൊരു ഫ്ലവർ ഉണ്ടാക്കിയതാണ്, ഒരു ചെറുത്. ഓക്കെ, അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഒരു പിങ്ക് ഷെയ്ഡ് കൊടുക്കാം, ഒരു ഫ്ലവറിൻ്റെ ഇതിന്. എനിക്ക് തോന്നിയിട്ടുള്ളത് വൈറ്റ് കവർ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഭംഗി ഉണ്ടാവുന്നതാണ്. അത് പറയാനൊരു കാരണമുണ്ട്, ലാസ്റ്റ് ഞാൻ പറയാം. നമുക്ക് അതിന് സെൻറ്ററിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഓക്കെ സെറ്റായി. ഇനിയിപ്പോൾ നമുക്കിത് ഫിക്സ് ചെയ്യാൻ വലിയ സ്റ്റെമ്മ് വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് ചെമ്പ് കമ്പിയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പോർഷൻസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഫ്ലോറൽ ടാപ്പ് വെച്ചിട്ട് റോൾ ചെയ്തെടുക്കുക. ഇപ്പോൾ ഒക്കെ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഫിക്സ് ചെയ്യാം. ഫിക്സ് ചെയ്യുന്നത് നമ്മൾ ഫ്ലോറൽ ടാപ്പ് വെച്ചിട്ട് തന്നെ കേട്ടോ. ഫസ്റ്റ് ഞാൻ മുട്ട് കൊടുത്ത് മുകൾ പോർഷനിൽ ആദ്യം നമുക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെ അങ്ങ് ഫിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഓരോ ഫ്ലവേഴ്സും മുട്ടൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അടുത്ത ഫ്ലവർ കൊടുത്തിട്ട് ഇത് റോൾ ചെയ്യാം. കണ്ടോ, ഇപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്ത് നമുക്കിതിങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഓക്കെ, നമുക്കിങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ വൈറ്റ് ഫ്ലവേഴ്സിന് അത് മുന്നേ ഉണ്ടാക്കിയതാണ്. ഇത് നല്ല തിന്നായിട്ടുള്ള വൈറ്റ് കവറായിരുന്നു. അത് ഒന്നും കൂടെ പെർഫെക്ഷനിൽ എനിക്ക് കിട്ടിയിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ട് നമ്മൾ ചെയ്തതാണ്. ഇത് റൈസ് വെച്ച് ചെയ്തതാണ്. വളരെ എളുപ്പമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. സദാ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മുത്തുകൾ ഇട്ട് കൊടുക്കാം. കാരണം ഒന്ന് സ്ട്രോങ് ആയിട്ട് വേസ് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഫ്ലവേഴ്സ് തീരെ വെയിറ്റ് ഇല്ലാത്തതല്ലേ, അപ്പോൾ ഒരു ബലത്തിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.